എണ്ണാൻ 24 ഫലസൂചന വരാൻ 24 വാർഡുകളാണ് ഗൗതം ബാക്കി. കേവല ഭൂരിപക്ഷത്തിന് 10 വാർഡ് അകലെ നിൽക്കുകയാണ് BJP. കോട്ടയത്ത് നിന്ന് വരുന്നത് കോട്ടയം പൂഞ്ഞാറിലെ തെക്കേക്കര പഞ്ചായത്ത് BJP ഭരണം പിടിച്ചിരിക്കുകയാണ്. ആകെയുള്ള 15 സീറ്റുകളിൽ BJP 8, LDF 5, UDF എന്നിങ്ങനെയാണ്. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് BJP ആദ്യമായി ആ പഞ്ചായത്തിൽ ഭരണം പിടിക്കുകയാണ്. 15 സീറ്റിൽ 8 വിജയിച്ചുകൊണ്ടാണ് BJPയുടെ മുന്നേറ്റം കോട്ടയം ജില്ലയിലെ ഈ പഞ്ചായത്തിൽ നടന്നിരിക്കുന്നത്. കൊല്ലത്ത് നിന്നാണ് വളരെ രസകരമായ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. കൊല്ലം കോർപ്പറേഷനിൽ BJP വളരെ പ്രധാനപ്പെട്ട ചില മുന്നേറ്റം നടത്തുന്നു. മനോജ് അവിടെ നിന്നും ചേരുകയാണ്. മനോജ്, ഈ കൊല്ലം കോർപ്പറേഷൻ അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിലും BJP നടത്തുന്ന മുന്നേറ്റത്തിന്റെ വിശദാംശങ്ങൾ പറയും. മനോജ്, കൊല്ലത്തെ മേയർ സ്ഥാനാർത്ഥി, മേയർ, ഡെപ്യൂട്ടി മേയർ തുടങ്ങിയവരെ തകർക്കാൻ BJP NDA സഖ്യം തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നു. അതിലേറെ ഞെട്ടിക്കുന്നത് ഭരണത്തിലിരുന്ന LDF അവിടെ 3-ാം സ്ഥാനത്താണ് ഈ നിമിഷം വരെയും. മനോജ്, തീർച്ചയായും കനത്ത തിരിച്ചടി തന്നെയാണ് കൊല്ലത്ത് LDF നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊല്ലം കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ 6 സീറ്റിൽ നിന്നും 9 സീറ്റിലേക്ക് BJP ഇപ്പോൾ സീറ്റ് നില ഉയർത്തിയിരിക്കുന്നു. പ്രതീക്ഷിക്കാത്ത സീറ്റുകൾ ഉൾപ്പെടെ LDFന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. സ്ഥാനാർത്ഥികളടക്കം ഇനി റിസൾട്ട് വരാനുള്ള സ്ഥാനാർത്ഥികളടക്കം ഇവിടെ വെയിറ്റിംഗ് ആണ്. ഈ വോട്ടിംഗ് എണ്ണുന്നതിന് പുറത്ത് എന്തായാലും വലിയ തരത്തിലുള്ള ഒരു ആവേശം നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ പ്രതീക്ഷ തന്നെയാണ് കോർപ്പറേഷൻ. തീർച്ചയായിട്ടും കോർപ്പറേഷന് വലിയ മുന്നേറ്റമാണ് ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. സിറ്റിംഗ് സീറ്റുകളെല്ലാം തന്നെ നിലനിർത്തുക മാത്രമല്ല CPMന്റെയും കോൺഗ്രസിൻ്റെയും സീറ്റുകൾ പിടിച്ചെടുക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ്റെ ഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്ത് അനുകൂലമായിട്ട് വന്നിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടാണ്. ഭാരതീയ ജനതാ പാർട്ടിയാണ് കൊല്ലം കോർപ്പറേഷൻ്റെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഏറ്റവും നല്ല പോരാട്ടം നടത്തിയിട്ടുള്ളത്. ഇനി വരാൻ പോകുന്ന സീറ്റുകളിൽ എണ്ണുന്നതും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള സീറ്റുകളാണ് എണ്ണാൻ പോകുന്നത്. പ്രതീക്ഷ വയ്ക്കുന്ന സീറ്റുകളാണ്. അപ്പോഴേക്ക് ഇത് വലിയ മാർജിനിലേക്ക് മാറ്റം BJPക്ക് ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. തീർച്ചയായും വളരെയധികം പ്രതീക്ഷയിൽ തന്നെയാണ് ഇനിയും സീറ്റുകൾ നേടുമെന്നുള്ളത് തന്നെ. അതായത് ഇപ്പോൾ 600 മംഗലം സീറ്റിൽ മുൻ പാർലമെന്ററി പാർട്ടി ലീഡറായിരുന്ന TG ഗിരീഷ് അടക്കം വിജയിച്ചിരിക്കുന്നു. മുൻ ഡെപ്യൂട്ടി മേയറെ BJP സ്ഥാനാർത്ഥി മോൻസി ദാസ് തോൽപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ മുൻ മേയറായിട്ടുള്ള ഹണി ബെഞ്ചമിൻ അടക്കം വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. ഈ LDFന്റെ ഉരുക്ക് കോട്ടകളെല്ലാം തന്നെ ഇളകിയിരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം പഞ്ചായത്തുകൾ നോക്കുകയാണെങ്കിൽ ചിറക്കര പഞ്ചായത്ത്, കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ അവിടെയും സീറ്റ് വർധനവ്, പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ അക്കൗണ്ട് തുറന്നിരിക്കുന്നു. അങ്ങനെ പഞ്ചായത്തുകളിലും ബ്ലോക്ക് ഡിവിഷനുകളിലും അടക്കം വൻ മുന്നേറ്റം NDAക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇനി വരുന്ന മണിക്കൂറുകളിൽ പുതിയ അപ്ഡേറ്റ്സുകൾ ലഭിക്കുമ്പോൾ കൂടുതൽ നേട്ടം അത് NDAക്ക് തന്നെയാകുമെന്നതിൽ മാറ്റമില്ല. ഗോകുൽ പത്തനംതിട്ടയിലും വിവിധ ഇടങ്ങളിൽ നിന്ന് വളരെ ശുഭസൂചകമായ വാർത്തയാണ് NDAക്കും BJPക്കും വരുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ ഗൂഗിൾ അതിൽ പ്രത്യേകിച്ച് കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടാണ്. കോട്ടാങ്ങലിൽ 5 സീറ്റുകളിൽ BJP വിജയിച്ചിരിക്കുകയാണ്. BJP കഴിഞ്ഞ തവണ ഏറ്റവും വലിയ കക്ഷിയായപ്പോൾ BJPയുടെ ഭരണത്തെ മാറ്റുവാൻ വേണ്ടി ഭീകരശക്തികളായിട്ടുള്ള SDPIയുമായി സഖ്യം ചേർന്ന് CPM ഭരിച്ച ഒരു പഞ്ചായത്താണ് കോട്ടാങ്ങൽ. അവിടെ വീണ്ടും BJPയുടെ മുന്നേറ്റം എന്ന് തന്നെ വേണ്ട മനസ്സിലാക്കാൻ. 5 വാർഡുകൾ ഇതിനകം BJP കോട്ടാങ്ങലിൽ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. പറയൂ ഗോകുൽ. കോട്ടാങ്ങൽ പഞ്ചായത്തിലും BJP അധികാരത്തിലേക്ക് എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയാണ്. ഇപ്പോൾ 5 വാർഡുകൾ നിലവിൽ BJP പിടിച്ചെടുത്തിരിക്കുകയാണ്. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ SDPIയുമായി ചേർന്ന് LDF അധികാരം തട്ടിയെടുത്തൊരു പഞ്ചായത്തായിരുന്നു കോട്ടാങ്ങൽ പഞ്ചായത്ത്. ഇക്കുറി അത് ജനവിധി BJPക്കൊപ്പം തന്നെ നിൽക്കും. BJP ഒറ്റയ്ക്ക് അധികാരത്തിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ജനവിധി തന്നെയാണ് കോട്ടാങ്ങൽ പുറത്തു വരുന്നത്. അതുകൂടാതെയാണ് ഇപ്പോൾ അയിരൂർ പഞ്ചായത്തും BJP പിടിച്ചിരിക്കുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. കൂടാതെ മറ്റു പഞ്ചായത്തുകളിൽ ലീഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പഞ്ചായത്തുകളിൽ BJP ഭരണത്തിലേക്ക് എത്തും എന്നുള്ളതിന്റെ ഒരു സൂചന തന്നെ വരുന്നു. അതോടൊപ്പം തന്നെ നഗരസഭകളിലും ശക്തമായിട്ടുള്ള മുന്നേറ്റം കാഴ്ചവെക്കാനായിട്ട് NDAക്ക് സാധിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് തിരുവല്ല നഗരസഭയിലും അടൂർ നഗരസഭയിലും ഒക്കെ തന്നെ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാനായിട്ട് BJPക്ക് സാധിച്ചിരിക്കുന്നു. മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായി ജയിലിൽ
റേഞ്ചിനുള്ളിൽ കഴിയുന്ന എ പത്മകുമാറിന്റെ വാർഡിൽ BJP അധികാരം പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ആറന്മുള പഞ്ചായത്തിലെ 7ാം വാർഡിൽ അത് LDFന്റെ സിറ്റിംഗ് വാർഡായിരുന്നു. ആ സിറ്റിംഗ് വാർഡിലാണ് BJP അധികാരം പിടിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ള സംസ്ഥാനത്ത് SDPI CPM സഖ്യത്തിന് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. SDPI CPM സഖ്യം നിലനിന്ന 2 പത്തനംതിട്ടയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലും തിരിച്ചടി CPMന് ഉണ്ടായിരിക്കുന്നു. അതിലൊന്ന് കോട്ടാങ്ങലിൽ ഇപ്പോൾ BJP 5 സീറ്റുകൾ നേടിക്കൊണ്ട് കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്ത് BJPക്ക് 5 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും വലിയ കക്ഷിയായി BJP അവിടെ വിജയിച്ചപ്പോൾ BJP അധികാരത്തിൽ നിന്നും മാറ്റാനായി ഇസ്ലാമിക ഭീകര സംഘടന SDPIയുമായി CPM സഖ്യം ചേർന്ന് 5 ഗൗതം നഗരസഭയിൽ ഒരു സീറ്റിൽ കൂടി NDAയുടെ മുന്നേറ്റം. തിരുവനന്തപുരം നഗരസഭ 43 NDA 3 സീറ്റുകളിൽ കൂടി ലീഡ് വർദ്ധിപ്പിച്ച് LDF 43-23-15. NDA 43 ലീഡ് ചെയ്യുന്നു. LDF 23-ഉം UDF 15-ഉം ഒരു സ്വതന്ത്രനും. വർക്കല മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള അപ്ഡേഷൻ കൂടി വരുന്നുണ്ട്. അവിടെ LDF 16 NDA 10 എന്നുള്ളതാണ്. വളരെ നിർണായകമായിട്ടുള്ള ഒരു മുന്നേറ്റം വർക്കല മുനിസിപ്പാലിറ്റിയിൽ BJP നടത്തുകയാണ്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വർക്കല ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി BJP മാറ്റിയതാണ്. മുൻപ് വർക്കല BJPയുടെ ഒരു സ്വാധീന കേന്ദ്രമായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ V മുരളീധരൻ ലോക്സഭയിൽ ആറ്റിങ്ങലിൽ മത്സരിക്കുന്ന ഘട്ടത്തിലൊക്കെ 2ാം സ്ഥാനത്ത് വർക്കല നിയമസഭയിൽ BJP എത്തിയിരുന്നു. ആ ട്രെൻഡ് അവിടെ നിലനിൽക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ വർക്കല മുനിസിപ്പാലിറ്റിയിൽ ഈ 10 സീറ്റുകളിൽ BJP നടത്തിയിരിക്കുന്ന മുന്നേറ്റം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും തിരുവനന്തപുരം നഗരസഭ തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായി നിൽക്കുന്നത്. തിരുവനന്തപുരത്തെ ലേഖകരിലേക്ക് തന്നെ എത്തേണ്ടതുണ്ട്. കാര്യം ഇനി 20 ഫലമാണ് അറിയാനുള്ളത്, അല്ലെങ്കിൽ ഫലസൂചനയാണ് അറിയാനുള്ളത്. 20 വാർഡുകൾ, അതിൽ പകുതിയെങ്കിലും NDA നേടിക്കഴിഞ്ഞാൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി, കൃത്യമായ ഭൂരിപക്ഷത്തോടു കൂടി NDA BJP അധികാരത്തിലെത്തും. ഇതുവരെ ബലം പിടിച്ചിരുന്ന പല മാധ്യമങ്ങളും, ഇതുവരെ മിണ്ടാതിരുന്ന പല മുഖ്യധാരാ മാധ്യമങ്ങളും ചരിത്രം തിരുത്താൻ BJP എന്ന് സംശയിച്ച് കൊടുത്തു തുടങ്ങിയിരിക്കുകയാണ്. ചരിത്രം തിരുത്തുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞപ്പോഴും നമ്മൾ കാണാത്തത് അഹങ്കാരത്തിന്റെ ആക്രോശമോ അട്ടഹാസമോ നമ്മൾ കണ്ടില്ല. ഒരു നിലയിലുമുള്ള BJP NDA നേതാക്കളിൽ നിന്ന് വളരെ സമാധാനപരമായി വികസനത്തിന്റെ അജണ്ട മുന്നോട്ട് വച്ചു. പലവിധ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴും പ്രാദേശികമായി ഉണ്ടായ ചില പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി അതിനെ സാമാന്യവൽക്കരിക്കാൻ ശ്രമിച്ചപ്പോഴും അത് വോട്ടിങ്ങിനെ ബാധിക്കും, BJPയുടെ വോട്ട് ചോർന്നു പോകും, BJPയുടെ കോട്ടകൾ തകർന്നു പോകും എന്ന് പ്രചാരണം നടത്തിയവർക്കുമൊക്കെയുള്ള മറുപടി കേവലം വളരെ മിതത്വത്തോടു കൂടിയുള്ള പ്രതികരണങ്ങളായിരുന്നു മുന്നോട്ട് വച്ചതും ചർച്ച ചെയ്തതും. ഒറ്റ വിഷയം, വികസനം വികസനം വികസനം, വികസിത കേരളം, വികസിത അനന്തപുരി. ഈ മുദ്രാവാക്യം ജനം മുഖവിലക്കെടുത്തോ? അതിന്റെ കൃത്യമായ സൂചനയ്ക്ക് ഇനി നിമിഷങ്ങൾ മാത്രം. ഏതാനും നിമിഷങ്ങൾക്കകം 45 സീറ്റിലേക്ക് BJP ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. LDF കേവലം 22, UDF 15 എന്ന നിലയിലേക്കാണ്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം BJP ഉറപ്പിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ ഇനി ഒരു സംശയവുമില്ല. അതായത് കേവലം 6 സീറ്റുകളിൽ കൂടി ലീഡ് നിലയോ